മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തന ചെലവ് പെരുപ്പിച്ചു കാട്ടിയെന്ന ആരോപണം തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വാർത്താസമ്മേളനം വിളിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, ഈ തെറ്റായ കണക്കുകൾ അത് ഏത് രീതിയിൽ പുറത്തു വന്നു എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്? ഇതിൽ ഏത് തരത്തിലുള്ള ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും എന്നാണ് അദ്ദേഹം പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ആയുധമാക്കി എടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. BJP ഒക്കെ ഇതിനെതിരെ ഇപ്പോൾ ആരോപണങ്ങളുമായൊക്കെ രംഗത്ത് വന്നിട്ടുമുണ്ട്. സൂരജ്. തീർച്ചയായും ശ്രീലക്ഷ്മി, ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഈ മെമ്മോറാണ്ടം സംബന്ധിച്ച് സർക്കാർ അതിൻ്റെ ഒരു പകർപ്പ് നൽകിയിരുന്നു. അത് കേന്ദ്രത്തിന് നൽകിയ നിവേദനമാണ്. ഇതിൻ്റെ ഒരു പകർപ്പ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത പശ്ചാത്തലത്തിൽ അത് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതൊരിക്കലും ഈ ചിലവഴിച്ച തുകയല്ല, ഇതൊരു എസ്റ്റിമേറ്റായി കണക്കാക്കിയ തുക മാത്രമാണ് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അത് കേന്ദ്രത്തിന് ഇത്തരത്തിലൊരു നിവേദനം നൽകിയാൽ മാത്രമാണ് ഈ തുക സംസ്ഥാനത്തിന് ഇത്രയും ഉയർന്ന ഒരു തുക നൽകുകയുള്ളൂ. അതിനുവേണ്ടി സംസ്ഥാനം തയ്യാറാക്കിയ ഒരു നിവേദനത്തിന്റെ തുക മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചിലവഴിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നുള്ളതാണ് റവന്യൂ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശദമായ വിവരങ്ങൾ മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കും. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ പ്രചാരണത്തിനെതിരെ എന്താണ് വാസ്തവം എന്നത് വ്യക്തമാക്കും എന്നുള്ളതാണ് നിലവിൽ റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നത്. കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ റവന്യൂ മന്ത്രി തയ്യാറാകുകയും ചെയ്തിട്ടില്ല. മറുവശത്താകട്ടെ പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ചെലവ് സംബന്ധിച്ച ഇപ്പോൾ വരുന്ന കണക്കുകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് വ്യക്തത സർക്കാർ ഉടൻ തന്നെ വരുത്തുമെന്നാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ അറിയിക്കുന്നത്.